ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു മീഷോ ഹൗളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, ചിലത് അൺബോക്സ് ചെയ്യാനുള്ളതുണ്ട്, ചിലത് ജസ്റ്റ് ഓപ്പൺ ആക്കി മാത്രം വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് അധികം ഓഡിയൻസ് ഒന്നും ഇല്ല, ആകെ കുറച്ച് ഓഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആഷ്ലി ചേച്ചി പറഞ്ഞു ഒരു മീഷോ ഹൗൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കൊണ്ടിട്ടും കൂടിയാണ് ഞാനിപ്പോൾ ഒരു മീഷോ ഹൗൾ ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിടുന്നുണ്ട്, മീഷോ ഹൗൾസിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ആഷ്ലി ചേച്ചി പറഞ്ഞത് ഹൗൾ ചെയ്ത് നോക്കൂ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനും വിചാരിച്ചു ഒരുപാട് മീഷോ ഐറ്റംസ് വീട്ടിൽ വാങ്ങുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഒരു ഹൗൾ ചെയ്യാമെന്ന് കരുതി. സോ അങ്ങനെയാണ് ഈ ഒരു ഹൗൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുറച്ചായിട്ട് മീഷോയിൽ നിന്ന് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി മീഷോയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന അതേ സാധനം തന്നെ സെയിം സെല്ലർ തന്നെ മീഷോയിലും പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സെയിം ഐറ്റംസ് തന്നെ നമുക്ക് മീഷോയിൽ റേറ്റ് കുറവും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ റേറ്റ് കൂടുതലും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീഷോയിൽ കമ്മീഷൻ വാങ്ങുന്നത് കുറവാണ്. അതായത് സെല്ലേഴ്സിൻ്റെ അടുത്തുനിന്ന് കമ്മീഷൻ വാങ്ങുന്നത് കുറവായതുകൊണ്ടാണ് മീഷോയിൽ ചെറിയ എമൗണ്ടിന് സെയിം സാധനം തന്നെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ കൊണ്ടുതരുന്ന ഡെലിവറി ഏജൻസും പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ചെറിയ എമൗണ്ടിൽ മീഷോയിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മീഷോയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പല കംപ്ലയിൻസും കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നതല്ല നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ കീറിയ പാൻസാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് ലഭിക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ മോശമായിട്ട് ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ലോ പെർഫോമൻസിൻ്റെ പേരിൽ എനിക്ക് തിരിച്ചയക്കേണ്ടി വന്നിട്ടില്ല. സോ ഇതൊക്കെയാണ് എൻ്റെ മീഷോയിലുള്ള എക്സ്പീരിയൻസ്. ഇനി നമുക്ക് ഒന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് വാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു ഷർട്ടും ഒരു ഷോർട്സുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ലതാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ, ഓപ്പൺ ചെയ്യാൻ എളുപ്പത്തിന്. ഒരു സ്റ്റിക്കറാണിത്. ഇത് നമുക്ക് എടുത്ത് ഒട്ടിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വാൾ സ്റ്റിക്കറാണിത്. ഇതും ഒരു വാൾപേപ്പറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് കുറച്ച് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് മെസ്സി ആയിട്ടിരിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബ്രിക്ക് സ്റ്റൈലിലുള്ള വാൾപേപ്പർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ബ്രിക്ക് സ്റ്റൈലിലാണ് വരുന്നത്, ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ കളർ ഇതാണ്. ചെറിയ റേറ്റേ ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. ഒരു 3D എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും ദൂരെ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ. ഇനി അടുത്തത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗമ്മാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇലക്ട്രിക് ഗണ്ണാണ്. അപ്പം ഇതിൽ നമ്മൾ പ്ലാസ്റ്റിക് ഗമ്മാണിത്. ഈ ഒരു പ്ലാസ്റ്റിക് ഗമ്മുണ്ട്, ഇതിലാണ് വന്നേക്കുന്നത്. ഇത് നിറയെ പ്ലാസ്റ്റിക് ഗമ്മാണ്. അപ്പോൾ ഈ ഗമ്മെല്ലാം നമ്മൾ ഈ ഗണ്ണിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കുത്തിയിട്ട് സ്വിച്ചിൽ കുത്തിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി മെൽറ്റ് ആവും. ഈ മെൽറ്റായിട്ട് വരുന്ന ഗമ്മ് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാനൊരു സംഗതിയുണ്ട്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗമ്മ് ഈസി ആയിട്ട് നമുക്ക് വരും. അപ്പോൾ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഗമ്മാണ്. നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒട്ടിക്കാൻ അല്ലെങ്കിൽ തെർമോക്കോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു ഗമ്മ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ കാണാം. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ബാക്കിൽ ഇങ്ങനെ വരും. ഗം ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. പർച്ചേസ് ചെയ്ത് നമ്മൾ കേബിളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സംഗതി. ഒരെണ്ണം എടുത്ത് കാണിക്കാം. ഇത് നമ്മൾ കേബിൾ വയേഴ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലിപ്പാണ്. ഡബിൾ ടേപ്പ് സ്റ്റിക്കർ വരുന്നുണ്ട്. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്ലിപ്പ് യൂസ് ചെയ്യാം. 2 ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഓപ്പണിങ്ങും
അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്, രണ്ടിടത്ത് ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കയറ്റി വിട്ടാൽ മതി. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ പൊട്ടിച്ചിട്ടേ ഇല്ല, എന്താണെന്നുള്ളത് നോക്കണം. ഭയങ്കര സേഫായിട്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ടുള്ളത്, പൊട്ടിപ്പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കേട്ടോ, നമ്മൾ പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ മെല്ലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊരു മിററാണ് വരുന്നത്. നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടേപ്പും ഉണ്ട് ഇതിൽ. ഇത് റൗണ്ട് മിററല്ല, അതിൻ്റെ സൈഡിൽ ഡിസൈൻ പോലത്തെ ഒരു മിററാണ് വരുന്നത് കേട്ടോ, ഡിസൈനർ മിററാണ് വരുന്നത്. സംഭവം കൊള്ളാം, പൊട്ടിയൊന്നും പോയിട്ടില്ല, നല്ല സേഫായിരുന്നു, സേഫ് പാക്കിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് പൊട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഡെലിവറി ഏജൻറ്റ് പ്രോപ്പറായിട്ട് ഇത് കൊണ്ടുവന്നിട്ടില്ലാന്ന് തോന്നുന്നു. സോ നമുക്ക് തിരിച്ചയക്കേണ്ടി വരും. ഇതൊരു ക്യാബിനറ്റ് മിറർ ആണ് വരുന്നത്. പുറത്ത് മിററും അതുപോലെ ഉള്ളിൽ നമുക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഈ സംഗതി ഉള്ളത്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറയെ സാധനങ്ങളൊക്കെ വെക്കാം, പ്രത്യേകിച്ച് ഷേവിങ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് മാർബിൾ പെബിൾസ് ആണെന്ന് തോന്നുന്നു. നോക്കാം, അതെ, വെയിറ്റ് കണ്ടിട്ട് മാർബിൾ പെബിൾസ് ആണ്. അപ്പം ഇതൊരു 1 kg ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 1 kg മാർബിൾ പെബിൾസ്, അതായത് ക്രാഫ്റ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. സംഭവം കൊള്ളാം, നല്ല ക്വാളിറ്റിയുള്ള പെബിൾസ്. ഇത് മിററിന് ചുറ്റും, ഇപ്പം വാങ്ങിച്ച മിററിന് ചുറ്റും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെബിൾസ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അടുത്തത് വാങ്ങിയത് ഒരു കാർഡ്ബോർഡാണ്. ആക്ച്വലി നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിൽ മിറർ സെറ്റ് ചെയ്ത് സൈഡിൽ പെബിൾസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, നല്ല തിക്നെസ് വരുന്നുണ്ട് ഇതിന്, നല്ല സ്ട്രോങ് ആണ്. അപ്പം അങ്ങനെയൊന്നും പോവില്ല, നമ്മൾ തൂക്കിയിട്ട് വീണ് പോകുമെന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു കാർഡ്ബോർഡ് പോലത്തെ സംഗതിയാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റായിട്ടൊരു ഇതും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക്, ബട്ടർഫ്ലൈനെ. ഇനിയും നമ്മൾ വേറെ 2 കാർപ്പറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ലോങ് ആയിട്ടുള്ള 3 into 5 feet വരുന്ന കാർപ്പറ്റ്സ് 2 എണ്ണം. ബിലോ 2000 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. വളരെ സോഫ്റ്റാണ്, വാമാണ്, അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ നൈസാണ്. ഒന്നും പറ്റാത്ത ആളുകൾക്ക് ഇതുപോലുള്ള വാം കാർപ്പറ്റ്സ് എപ്പോഴും നൈസാണ്. അതുപോലെ തന്നെ പിന്നെ വേറെ 2 ബെഡ് സൈഡ് റണ്ണർ പോലത്തെ 2 കാർപ്പറ്റ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു കാർപ്പറ്റ്സും ബിലോ 300 ആണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു കാർപ്പറ്റ്സും നൈസാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മിററായിരുന്നു, അതാണ് ഈ സംഭവം. അതായത് വളരെ നൈസാണ് ആ ഒരു മിറർ വരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ബട്ടർഫ്ലൈ മിറർ തന്നെയാണ്. മിറർ സ്റ്റിക്കർ, വാൾ മിറർ സ്റ്റിക്കർ എന്നാണ് പറയുന്നത്. ഇതും ബട്ടർഫ്ലൈസ് അതിൻ്റെ കൂടെ തന്നെ കിട്ടിയത്. വോളിൽ പേസ്റ്റ് ചെയ്ത് നമുക്ക് ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡെക്കറേഷൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്പോട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട്, ഡാർക്ക് പെയിൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് അതിൽ ഇതുപോലത്തെ മിറർ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ, ഡിസൈനിൽ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നൈസായിരിക്കും. ഞാനിതിപ്പോൾ ഒരു ഫ്ലവർ മോഡൽ ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 ബട്ടർഫ്ലൈസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മീഷോ ഹൗൾ വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ വീഡിയോസ് അടുത്തതായി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ആഴ്ച ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ. Thanks for watching.